ഇതെന്റെ ബൈക്കാണ്. ഇതിന്റെ സ്പീഡോമീറ്റർ ഇതിൽ കണ്ടില്ലേ, കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല. സ്പീഡ് എത്ര കൂടിയാലും ഒരു 10ന് മേളിലേക്ക് കയറുന്നില്ല. അപ്പൊ അതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിനാദ്യം സ്പീഡോമീറ്ററിന്റെ കേബിൾ കറങ്ങുന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മീറ്റർ അഴിച്ചിട്ട് എന്റെ കേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അതിന് കുഴപ്പമൊന്നുമില്ല. കേബിളിന് പൊട്ടൽ കൊണ്ടാകാൻ സാധ്യതയില്ല, കാരണം അത് മാറ്റിയിട്ട് അധികം നാളായിട്ടില്ല. പിന്നെ വരാൻ സാധ്യത അതിന്റെ ക്രൗണും പിനിയനും ആണ് പ്രശ്നം വരാൻ സാധ്യത. അത് ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ച്, അതായിരിക്കാം കുഴപ്പമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഇതാണ് അതിന്റെ ക്രൗണും പിനിയനും. അത് മാറാനായിട്ട് വീൽ ഹബ് അഴിക്കണം. അതിന്റെ വീൽ ഹബ് അഴിച്ചിട്ട് അതിനകത്ത് അതൊന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അഴിക്കുകയാണ്. വീൽ അഴിച്ചിട്ട് അതിന്റെ വീൽ ഹബിനകത്തുനിന്ന് പഴയ ക്രൗണും പിനിയനും ഊരി മാറ്റണം. അതിങ്ങനെ പിടിച്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടായ കാരണം ഞാൻ അതിന്റെ ബ്രേക്കിന്റെ കേബിൾ കൂടി വെച്ച് ഹബ് ഊരി കയ്യിലെടുക്കാന്ന് വെച്ചാൽ അങ്ങനെ കയ്യിലെടുത്തിട്ട് അതിന്റെ പഴയ ക്രൗണും പിനിയനും അഴിച്ച് മാറ്റുവാണ്. അത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യും. പഴയ ഗ്രീസൊക്കെ ഒരുപാട് കട്ടിയായിട്ടിരിപ്പുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ സ്പെയറിലേക്ക് കുറച്ച് പുതിയ ഗ്രീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പഴയ പോലെ തന്നെ ആ സാധനം തിരിച്ച് കയറ്റി വെച്ച് അതിൻ്റെ കൂടെ 2 റിങ് വാഷറും ഉണ്ട്. അതും കുറച്ച് ഗ്രീസ് ഇട്ടിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ 2 സാധനവും ക്രൗണും പിനിയനും പുതിയത് ഇട്ടിട്ടുണ്ട്. ഇനി ആ ബ്രേക്ക് ഷൂ അഴിച്ചു മാറ്റിയത് തിരിച്ചതുപോലെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. തിരിച്ച് വീൽ ഹബിലേക്ക് ആ ഒരു സെറ്റ് തിരിച്ച് കയറ്റി എൻ്റെ ബോൾട്ട് കയറ്റിയിട്ട് വീല് രണ്ടാമത് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ വീല് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ബ്രേക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുന്നുണ്ട്. ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെയായിരുന്നു പ്രശ്നം. ആ ക്രൗണും പിനിയനും മാറിയപ്പോൾ സ്പീഡോമീറ്റർ കറക്റ്റായി. അപ്പോൾ കറക്റ്റായിട്ട് സ്പീഡോമീറ്റർ സ്പീഡിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്.